തോമസ് കുട്ടി ബ്രദർ പഞ്ചാബ് പത്താൻകോട്ട് ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 23, 24, 25. ശുശ്രൂഷകൾ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് കുട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26. ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വീണ്ടും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ വിശ്വസിക്കുവാൻ നമുക്ക് ഇടയായതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്നെന്ന് പറയുന്ന ഈ യേശു ദൈവപുത്രനാണെന്നും ആ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും വരും എന്നും വിശ്വസിക്കുവാൻ നമുക്കിടയായതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ദൈവവചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു യോഗ്യതയും പറയുവാൻ ഇല്ലാത്ത നമുക്ക് കൃപയാൽ കർത്താവ് ഇത് വെളിപ്പെടുത്തി തന്നു. ദൈവവചനത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൂശിൻ്റെ വചനം, ഈ വിശ്വാസം, ഇത് നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാണ്. എന്നാൽ ഇത് വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾക്കും എനിക്കും ഇത് ദൈവത്തിൻ്റെ ശക്തിയായി, ഇത് വിടുതലായി, ഇത് സൗഖ്യമായി, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലും നിത്യതയിലും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റെടുക്കുവാൻ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ, എൻ്റെ ഭാരവും പ്രയാസവുമെല്ലാം ഒന്ന് മാറുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 Timothy chapter 6 and verse 12. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Fight a good fight of faith, lay hold to eternal life, to which you were also called and have confessed a good confession in the presence of many witnesses. വിശ്വാസത്തിന്റെ നല്ല പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട്. This is a good fight which we have to fight. ഇതൊരു നല്ല പോരാണ് നമ്മൾ ഈ പൊരുതുന്ന യുദ്ധം. And the fight is not external, the fight is happening in our mind. ഈ പോരാട്ടം അത് പുറമേ ഉള്ളതല്ല, നമ്മുടെ മനസ്സിൽ നടക്കുന്നത് അത്രേ. This fight does not hurt our body. This fight is affecting our mentality or our mind. ഈ യുദ്ധം നമ്മുടെ ശരീരത്തിനല്ല മുറിവേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ പരുക്ക് ഏൽപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നു. There is a fight for every believer. എല്ലാ വിശ്വാസിക്കും ഒരു പോരാട്ടമുണ്ട്. That fight is a good fight. അതൊരു നല്ല പോരത്രേ. If you fight that fight
holding on to eternal life or holding on to Jesus. നിത്യജീവനെ അഥവാ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഈ യുദ്ധം ചെയ്യുവാൻ. Meaning to say, it is not your effort, but your trust and relying on His boldness, His life that is inside of you. അതിന്റെ അർത്ഥം അത് നിങ്ങളുടെ ശക്തി കൊണ്ട് ചെയ്യുന്ന ഒരു പോരാട്ടമല്ല, അവനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പോരാട്ടം ഇത്. And that is why the book of Ephesians chapter 6 the word says, അതുകൊണ്ട് അത്ര എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും എല്ലാവരും ശക്തിപ്പെടും. ചേർന്നൊന്ന് പറഞ്ഞ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. Finally, my brethren, be strong in the Lord and in His might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. We are not relying in our might, we are relying totally on His might. നമ്മുടെ ശക്തിയിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മൾ അവന്റെ ശക്തിയിൽ അത്ര പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. I love when Paul says like this, പൗലോസ് ഇപ്രകാരം പറയുമ്പോൾ എനിക്കത് വളരെ ഇഷ്ടമാണ്. that the sufficiency is not from us, our sufficiency is from God. എന്റെ നിറവ്, എന്റെ പൂർണ്ണത അത് നമ്മിൽ നിന്നുള്ളതല്ല, അത് അവനിൽ നിന്നുള്ളതത്രേ. I finally, brethren, ഒടുവിൽ പ്രിയ സഹോദരങ്ങളെ, finally I am telling you something. അവസാനമായി ഞാൻ നിങ്ങളോട് ചിലത് പറയുകയാണ്. Be strong in the Lord, കർത്താവിൽ നിങ്ങൾ ശക്തിപ്പെടുവീൻ, and in His might. അവന്റെ ബലത്തിൽ ശക്തിപ്പെടുവീൻ. I want to tell everyone who is in heavenly feast, സ്വർഗ്ഗീയ വിരുന്നിൽ എല്ലാവരോടും ഞാൻ പറയട്ടെ, your situation will change, that you will become a sign of blessing to the whole world. നിങ്ങളുടെ അവസ്ഥകൾ മാറും, മുഴുവൻ ലോകത്തിനും നിങ്ങളുടെ അനുഗ്രഹം അത് സാക്ഷ്യമായി അടയാളമായി മാറും. നിങ്ങൾ നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ അനുഗ്രഹത്തിന്റെ അടയാളമായി നിൽക്കും. ആമേൻ. Hallelujah. Hallelujah. Just trust the Lord. കർത്താവിൽ വിശ്വസിപ്പീൻ. Be strong in the Lord and in His might. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Why? എന്തിനു വേണ്ടി? Because we are putting on the whole armor of God, കാരണം നാം അവന്റെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുകയാണ്. that you may be able to stand നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന്, against the wiles of the devil, പിശാചിന്റെ ദുഷ്ടതയ്ക്ക് എതിരായി ഉറച്ചു നിൽക്കേണ്ടതിന്, the tricks of the devil. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരായി. Because the devil wants to trick your mind. കാരണം പിശാച് നിങ്ങളുടെ മനസ്സിനെയാണ് കുടുക്കുവാൻ ശ്രമിക്കുന്നത്. Many a times we don't understand the reality of that. അതിന്റെ വാസ്തവത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. Verse 12 the Bible says, 12-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുകയാണ്, for we do not wrestle against flesh and blood, നാം ജഡരക്തങ്ങളോടല്ലല്ലോ നമുക്ക് പോരാട്ടമുള്ളത്, but against principalities, powers, against rulers of the darkness of this age, against spiritual host of wickedness in the heavenly places. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങളുടെ പോരാട്ടം ജഡരക്തങ്ങളോട് അയലോകത്തെ അമ്മാമയോടല്ലെന്ന്. For our wrestle, we don't wrestle against flesh and blood. നമ്മൾ ജഡരക്തങ്ങളോടല്ല പോരടിക്കുന്നത്, but we are fighting against something which is invisible. അദൃശ്യമായ ചിലതിനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. If it was seen and if we knew what was happening, we would be very careful. അതിനെ കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്തേനെ. But because we cannot see, the devil tricks our mind and takes advantage of us. എന്നാൽ നമുക്കത് കാണുവാൻ കഴിയാത്തത് കൊണ്ട് പിശാച് നമ്മുടെ മനസ്സിനെ കബളിപ്പിച്ച് അതിനെ വെച്ച് മുതലെടുക്കുന്നു. That is why the flesh and blood can never understand the works of God. It is only when you are born again, the Holy Spirit understands the spiritual world. കാരണം ജഡരക്തങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, എന്നാൽ ദൈവ പൈതലിന് പരിശുദ്ധാത്മാവ് അത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. That is why Jesus told Nicodemus, അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, unless you are born again, you cannot understand about this kingdom. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുവാനേ കഴിയുകയില്ല. This is an unseen world. ഇതൊരു അദൃശ്യ ലോകമത്രേ. I want to tell you, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, two laws are working at the same time. രണ്ട് നിയമങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. It is one is called the law of spirit and life. ഒന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. Number 2 is the law of sin and death. രണ്ടാമത്തേത്
പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. In Romans chapter 8:1, the Bible says there is no more condemnation for those who are in Christ Jesus. റോമാലേഖനം 8-1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. Christ has redeemed us from curse, redeemed us everything, and he has set us totally free. ക്രിസ്തു നമ്മെ സകല ശാപത്തിൽ നിന്നും സകലത്തിൽ നിന്നും വിടുവിച്ചു. അവൻ നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി തന്നു. The total freedom does not mean that we can do now whatever we want. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുംപടി ജീവിക്കാം എന്നല്ല അതിന്റെ അർത്ഥം. As a little child, ഒരു ചെറിയ ശിശു എന്ന നിലയിൽ we used to fall many times. നമ്മൾ പലപ്പോഴും വീഴാറുണ്ട്. We could not stand up. നമുക്ക് നേരെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. Why? എന്തുകൊണ്ട്? Because our muscles were not strong enough to work against the power of gravity. അതിന്റെ കാരണം ഭൂഗുരുത്വ ആകർഷണത്തിനോട് എതിർത്ത് നിൽക്കുവാൻ നമ്മുടെ പേശികൾക്ക് അതിന് മതിയായ ശക്തിയില്ല. But as we grew up, എന്നാൽ നാം വളർച്ച പ്രാപിക്കുമ്പോൾ today we do not think about the law of gravity. ഇന്ന് നാം ആ ഗുരുത്വാകർഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. Because we don't fall down. കാരണം നാം വീഴാറും ഇല്ല. But എന്നാൽ we know there is a law like that. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു നിയമം ഒരു പ്രമാണമുണ്ട് എന്ന് അറിയാം. That is why even after you are born again, അതുകൊണ്ടത്രേ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും you won't climb a 15-story building and jump out. നിങ്ങൾ ഒരു 15 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടാറില്ല. Why don't you jump? എന്തുകൊണ്ടാണ് നമ്മൾ ചാടാത്തത്? Why don't you jump out of a 15-story building? 15 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടാത്തതിന്റെ കാരണം എന്താ? Because you know, കാരണം നിങ്ങൾക്കറിയാം, you will come down. നിങ്ങൾ താഴെ വീഴും. You will break your bones. നിങ്ങളുടെ അസ്ഥികൾ പൊട്ടും. You will die also. നിങ്ങൾ മരിച്ചു പോകാം. Because you see and understand that, നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് you don't jump. നിങ്ങൾ ചാടുകയില്ല. Hallelujah. Hallelujah. But I want to tell you, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് the പറയാം, same way, ഇതുപോലെ തന്നെ there is a spiritual principle. ഇവിടെ ഒരു ആത്മീയ തത്വമുണ്ട്. If you don't, because we don't see that spiritual principle, we want to live as we like. നാം ആ ആത്മീയ തത്വം മനസ്സിൽ കാണുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നില്ല. We go on a car on a gutter road. ഒരു തകർന്ന ഒരു വഴിയിൽ കൂടെ We go sideways so that the car does not go into the gutter. ആ കാറിൽ പോകുമ്പോൾ നമ്മൾ ആ ഗട്ടറുകളെ ഒഴിവാക്കി നമ്മൾ പോകാറുണ്ട്. Why? എന്തിനു വേണ്ടി? Because there will be bumping. അവിടെ വലിയ കുലുക്കം ഉണ്ടാകും. You can see it. നിങ്ങൾക്കത് കാണുവാൻ കഴിയുന്നു. You know the consequence of it. അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. That is why you go the sideways. അതുകൊണ്ടാണ് നിങ്ങൾ അത് ഒഴിവാക്കി പോകുന്നത്. Same way, അതുപോലെ തന്നെ there are spiritual gutters. ആത്മീയമായ കുഴികളുമുണ്ട്. You don't know it. നിങ്ങൾ അത് കാണുന്നില്ല. You don't see it. നിങ്ങൾ അതിനെ അറിയുന്നില്ല. But you always blame God, saying that why did God do this to me? അപ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയും, ഈ കുഴി എനിക്ക് എങ്ങനെ വന്നു, ഞാൻ എങ്ങനെ ഇതിൽ വീണുപോയി. I will tell you one law. ഞാൻ നിങ്ങളോട് ഒരു പ്രമാണം പറയാം. The Bible says വേദപുസ്തകം പറയുന്നു, life and death is in the power of your tongue. ജീവനും മരണവും നിന്റെ ആ നാവിന്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു. It is in your tongue. അത് നിന്റെ നാവിന്മേലുണ്ട്. The word says, വചനം പറയുകയാണ്, don't revile against reviling, don't do bad against those who are doing bad, but in order to inherit a blessing, bless everybody. വചനം പറയുക, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. നിങ്ങൾ ദോഷത്തിന് ദോഷവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുവീൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന എന്താ? 15 നില കെട്ടിടത്തിൽ നിന്ന് ചാടിയാൽ കൈയും കാലും ഒടിയും. അത് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് മണ്ടയ്ക്കെന്ന് വീണ ആൾക്കാർ ചാകുന്നത്. പക്ഷെ ഇതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയില്ല. Many of the Christians are blaming God for their missed endeavors while they themselves don't understand where there is going wrong. പല ക്രിസ്ത്യാനികളും ദൈവത്തെ പഴി പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക്. കാരണം അവർക്ക് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. They don't see that gutter. They don't see that power that is pulling them down. The law of sin and death that is separating them from God and moving them into the flesh. അവർ ആ കുഴികളെ കാണുന്നില്ല. അവരെ താഴേക്ക് വലിക്കുന്ന ആ വശീകരണത്തിന്റെ ശക്തിയുടെ നിയമം അവർ അറിയുന്നില്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ അതിൽ വീണു പോകുന്നു, പരാതി പറയുന്നു. That is why the Bible says, be strong in the Lord and in his might. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Be
strengthen in the muscles of faith. വിശ്വാസത്തിന്റെ ആ പേശികൾ വർദ്ധിപ്പിക്കുവീൻ. Whatever happens, എന്തു സംഭവിച്ചാലും, whatever happens, എന്തു സംഭവിച്ചാലും the word of God will prevail. ദൈവവചനം തന്നെ നിലനിൽക്കും. The word of God will prevail. ദൈവവചനം നിലനിൽക്കും. Those who say Jesus is my Lord, യേശു എന്റെ കർത്താവെന്ന് പറയുന്നവർ, we are all spiritual beings. അവരെല്ലാവരും ആത്മീയ മക്കളത്രേ. We work according to the principle of the word of God. ദൈവവചനത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് നാം ജീവിക്കുന്നു. We don't do bad against those who have done bad against us. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് ദോഷം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. We bless them because we know we are a blessed generation. നാം അവരെ അനുഗ്രഹിക്കുന്നു, കാരണം നമുക്കറിയാം നാം അനുഗ്രഹിക്കപ്പെട്ട തലമുറ. Those who understand the spiritual authority know the responsibility also. ആത്മീയ അധികാരം തിരിച്ചറിയുന്നവർക്ക് ആത്മീയ ഉത്തരവാദിത്വവും മനസ്സിലാകുന്നു. Because we see things, we escape this from the world, but in the spiritual realm we don't understand all this. ഈ ലോകത്ത് നമ്മൾ അപകടങ്ങൾ കണ്ട് ഒഴിവാകുമ്പോൾ ആത്മീയ ലോകത്ത് അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. The government says don't go above 60 kilometers. സർക്കാരുകൾ ഇങ്ങനെ പറയുന്നു 60 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ സ്പീഡിൽ പോകരുത്. You drive 200 kilometers per hour. നിങ്ങൾ 200 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാ. Your vehicle crashes. നിങ്ങളുടെ വാഹനം ഇടിച്ച് തകരും. You have all your bones broken. നിങ്ങളുടെ അസ്ഥികളെല്ലാം ഒടിഞ്ഞു തകരും. And then you will say, why did not God save me? എന്നിട്ട് നിങ്ങൾ പറയും, ദൈവം എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? Well, there was a law which said don't do it. നിങ്ങൾ അത് ചെയ്യരുതെന്ന ഒരു നിയമമുണ്ടെങ്കിൽ Why do you want to break the law? നിങ്ങൾ എന്തുകൊണ്ട് ആ നിയമത്തെ ലംഘിക്കുന്നു? Same way, അതുപോലെ തന്നെ there is a spiritual law, ഒരു ആത്മീയ നിയമമുണ്ട്, spiritual principle, ഒരു ആത്മീയ പ്രമാണമുണ്ട്. and the work of the devil പിശാചിന്റെ പ്രവൃത്തികൾ always is to make you work against that principle, നിങ്ങളെ ആ തത്വത്തിന് എതിരായി പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. to trick you into that, നിങ്ങളെ അതിലേക്ക് കുടുക്കി കൊണ്ടുപോകുന്നു. and then you are going down. നിങ്ങൾ അവിടെ താഴേക്ക് പോകുമ്പോൾ The truth is, സത്യം ഇതാണ്, you have the power നിങ്ങൾക്ക് ശക്തിയുണ്ട് to resist the wiles of the devil. പിശാചിന്റെ പ്രവൃത്തികളെ എതിർത്ത് നിൽപ്പാൻ. You have the power, നിങ്ങൾക്ക് ശക്തിയുണ്ട്, which is the power of resurrection, ഇത് പുനരുത്ഥാനത്തിന്റെ ശക്തി. to tell the devil, പിശാചിനോട് പറയുവാൻ, get out from my life. എന്റെ ജീവിതത്തെ വിട്ടു പോ. I will trust the word of God. ഞാൻ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു. I will trust the word of ഞാൻ God. ദൈവവചനത്തിൽ മാത്രം ആശ്രയിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You remember in Matthew chapter 16, മത്തായി 16 അധ്യായത്തിൽ നിങ്ങൾ ഓർക്കുന്നുവോ? Jesus is talking to his disciples. യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. Ask him, who am I? ഞാൻ ആരാണെന്ന് അവരോട് ചോദിക്കുന്നു. Peter says, you are Christ, the Son of the living God. പത്രോസ് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Jesus said, യേശു പറഞ്ഞു, flesh and blood did not make you understand. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. And then he starts talking how he is going to be a savior. പിന്നെ താൻ എങ്ങനെ ഒരു രക്ഷകനാകും എന്ന് യേശു തുടർന്ന് സംസാരിക്കുകയാണ്. Jesus says many things over there. യേശു അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. Next time when I am preaching, I will tell you all those things. അടുത്ത തവണ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരാം. But I want to focus on one word today. ഇന്ന് ഒരു വാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When Jesus is talking about the salvation plan, യേശു തന്റെ രക്ഷാകര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ Peter took him aside പത്രോസ് അവനെ മാറ്റി നിർത്തി പറഞ്ഞു. and began to rebuke him. അവനെ ശാസിച്ചു പറഞ്ഞു. Why? ഓ എന്ത്? Jesus said, യേശു പറഞ്ഞു, I am going to die. ഞാൻ മരിക്കാൻ പോകുന്നു. I will raise up the third day. ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. Flesh could not understand. ജഡത്തിന് അത് മനസ്സിലാവില്ല. I want to tell everyone in heavenly feast. സ്വർഗ്ഗവരുന്നിലെ എല്ലാവരോടും ഞാൻ പറയട്ടെ, Many people think like this. പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. Unless I speak back, I will lose. ഓ ഞാൻ തെറ്റായി എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ എന്തോ എൻ്റെ അകത്ത് പോകും. പറയിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? പിശാച് നിന്നെ മോളിൽ നിന്ന് താഴെ ഇടാനായിട്ടാ. പക്ഷേ കർത്താവിനെ അറിഞ്ഞവർ, ദൈവവചനം അറിഞ്ഞവർ, അവർ മൗനമായിരിക്കും. കർത്താവ് മറുപടി പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. Jesus is talking about death. യേശു മരണത്തെ കുറിച്ച് പറഞ്ഞു. Rebuke and about resurrection. അവൻ പുനരുത്ഥാനത്തെ കുറിച്ച് സംസാരിച്ചു. Peter cannot understand. പത്രോസിന് അത് മനസ്സിലായില്ല. Peter says, പത്രോസ് പറയുക, he took him aside അവൻ യേശുവിനെ മാറ്റി നിർത്തി. and said, Jesus, എന്നിട്ട് പറഞ്ഞു, യേശുവേ, rebuked Jesus യേശുവിനെ ശാസിച്ചു. and said, Jesus, യേശുവേ, no, you are not going to die. നീ മരിക്കാൻ പാടില്ല. You know what Jesus said? യേശു എന്താ പറഞ്ഞെന്ന് അറിയാമോ? The Bible says വേദപുസ്തകം പറയുക, in verse 23, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു പറയുക, Jesus, he turned and said to Peter,
അവനോ തിരിഞ്ഞു പത്രോസിനോട്, Get behind me, Satan. സാത്താനെ എന്നെ വിട്ടുപോ, You are an offense to me. നീ എനിക്ക് ഇടർച്ചയാകുന്നു. You are not mindful of the things of God. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. You are not mindful of the things of God. ദൈവത്തിന്റെ കാര്യങ്ങളെ നീ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. The devil tricks us by talking to us which is appealing to the flesh. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുന്ന വഞ്ചിക്കുന്നത് നമ്മുടെ ജഡത്തിന് സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. It is appealing to the flesh, നമ്മുടെ ജഡത്തിന് അത് സന്തോഷകരമായി തോന്നും, but it is against the will of God. എന്നാൽ അത് ദൈവഹിതത്തിന് വിരുദ്ധമത്രേ. Hallelujah. Hallelujah. No, I have to fight this out. ഓ ഇല്ല, ഞാൻ ഇതിന് പോരാടിയേ I മതിയാവൂ. will not leave it. ഞാൻ ഇത് വിട്ടുകളയുകയില്ല. Oh, let me tell you, my brother. ഇന്ന് സഹോദരാ ഞാൻ പറയട്ടെ, Let me tell you, sister. പ്രിയ സഹോദരി ഞാൻ If പറയട്ടെ, Jesus is your Christ, യേശു നിന്റെ കർത്താവെങ്കിൽ leave it to him. അവന്റെ കയ്യിൽ ഏൽപ്പിക്കുക. He is the righteous judge. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. He is the best counselor. അവൻ ഏറ്റവും നല്ല ഉപദേഷ്ടാവത്രേ. Give it to him. അവന്റെ കൈകളിൽ ഭരമേൽപ്പിക്കുക. Trust on the word of God, ദൈവവചനത്തിൽ നീ ആശ്രയിക്കുക. which says അത് പറയുക, you will never be put to നീ shame. ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, യേശുവിൽ അതുപോലെ ഒന്ന് ആശ്രയിച്ച് ഒരിക്കലും ലജ്ജിപ്പാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ. Get behind me, Satan. പിശാചേ എന്നെ വിട്ടു പോ. You are an offense for നീ me. എനിക്ക് ഇടർച്ചയാകുന്നു. You are standing in my path. എന്റെ വഴിയിൽ നീ തടസ്സമായി നിൽക്കരുത്. Get behind me, Satan. സാത്താനെ എന്നെ വിട്ടു പോ. Turn to someone and say, അടുത്തിരിക്കുന്ന ആളോട് പറയണമേ, tell Satan his real name, Satan. അവന്റെ ശരിയായ പേര് സാത്താൻ എന്ന Hallelujah. അവനോട് പറയണം. Hallelujah. Hallelujah. ആ സമയത്ത് എൻ്റെ പ്രിയ ശിഷ്യ പത്രോസേ എന്നല്ല കർത്താവ് വിളിച്ചേ. Hallelujah. എൻ്റെ പ്രിയ സഹോദരി എന്നല്ല വിളിച്ചത്. പോ പിശാചേ. അടുത്തിരിക്കാൻ പറയേണ്ട പിശാചിനെ വിളിക്കാവുള്ളൂ. ആമേൻ. Hallelujah. പിശാചിനെ എങ്ങനെ വിളിക്കണം? പ്രിയപ്പെട്ട. എന്നാലും പത്രോസേ, നീ ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയാണോ പറഞ്ഞേ? പത്രോസേ, നീ എങ്ങനെയൊക്കെ എല്ലാം പറയണ്ടേ പത്രോസേ? നീ നോക്ക്, ഇങ്ങനെ വല്ലതും പറഞ്ഞോ? പിന്നെ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ, പിശാചിനെ പിശാചായിട്ട് തന്നെ വേണം. Hallelujah. Hallelujah. Get behind me, Satan. എന്നെ വിട്ടു പോ സാത്താനെ. നമ്മളിപ്പോൾ ഓർക്കും ആ വരുന്ന ആള് പറയുന്നേ, അല്ല നമ്മുടെ അകത്തും ഇത് കയറും. ഒന്ന് കൈ ഒന്ന് വെച്ചൊന്ന് ശ്വാസിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് ഹിതപ്രകാരം അല്ലാത്ത ഒരു വാക്കോ ചിന്തയോ എനിക്ക് വരാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ. ദൈവത്തിൻ്റെ തേജസ് എൻ്റെ അകത്തായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിപരീതമായി ഉയരുന്ന എല്ലാ കോട്ടകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇടിച്ചു കളയാം. ഇന്ന് ഈ കേട്ട വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ മുമ്പോട്ടൊന്ന് പോയാൽ, ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, നിത്യജീവൻ ലഭിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ജയത്തോടെ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം, ആ യേശുവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ സമയത്തൊരു അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ശരീരത്തിലെ രോഗം എൻ്റെ കർത്താവ് മാറ്റും. നിങ്ങളുടെ ഭവനത്തിലെ സാമ്പത്തികമായ വിഷയം എൻ്റെ കർത്താവ് മാറ്റും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതകരമായ വഴിയും വാതിലും തുറക്കും. എവിടെ തീർന്നുവെന്ന് തോന്നുന്നുണ്ടോ അതേ സ്ഥാനത്ത് നിങ്ങളെ കർത്താവ് ഒരു അത്ഭുതമാക്കി, ഒരു മാനപാത്രമാക്കി കർത്താവ് മാറ്റും. നമുക്കൊരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈ ആ പ്രയാസമുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് തൊട്ടാൽ ഇപ്പോൾ ഈ നിമിഷം ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ വന്നത് ഞങ്ങളുടെ ഈ ലോക ജീവിതത്തെ അനുഗ്രഹിക്കാനും ഞങ്ങൾക്ക് നിത്യജീവനെ തരുവാനുമാണല്ലോ. എൻ്റെ യേശുവേ, ഇന്ന് ഭാരത്തിലും പ്രയാസത്തിലും ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. മനുഷ്യർക്ക് വിടുവിക്കാൻ പറ്റാത്ത, ഡോക്ടർമാർക്കോ മരുന്നിനോ വിടുവിക്കുവാൻ കഴിയാത്ത പല രോഗവിഷയങ്ങളുമായി ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ യേശുവേ,
അങ്ങയ്ക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ എല്ലാ ശാരീരികമായ ബലഹീനതകളും ഇപ്പോൾ തന്നെ മാറട്ടെ. ക്യാൻസർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ലങ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. ലിവറുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തളർന്നിരിക്കുന്ന ശരീര അവയവങ്ങളിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. എൻ്റെ കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുക സ്തോത്രം. അപ്പോൾ തന്നെ നിത്യജീവനെക്കുറിച്ചുള്ള ഉറപ്പ്, നിത്യജീവനെക്കുറിച്ചുള്ള ആഗ്രഹം ഓരോ ഉള്ളങ്ങളിലും പരിശുദ്ധാത്മാവെ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് തോന്നിയ ആ വിഷയങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളിപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിടുതൽ നിങ്ങൾ ഞങ്ങളോട് അറിയിക്കണം. നിങ്ങളുടെ വിടുതലിൻ്റെ ആ സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആ ഉത്സാഹം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. തോമസ് ഊട്ടി ബ്രദർ പഞ്ചാബ് പത്താൻകോട്ട് ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 23, 24, 25. ശുശ്രൂഷകൾ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് ഊട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26. ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।